അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ഫീ ഖസസിഹി ഇബ്റതൻ ലിഉലിൽ അൽബാബ്. സദഖല്ലാഹുൽ അലീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ചരിത്രം 13 നൂറ്റാണ്ട് കാലത്തോളം നീണ്ടു നിന്ന ഇസ്ലാമിക ഭരണ സംവിധാനത്തിൻ്റെ ഒരു ചരിത്രമാണ് ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ആദ്യത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമതല ഏൽക്കുന്നത് മുതൽ ആ ഒരു ഖിലാഫത്ത് വ്യവസ്ഥ പിന്നീട് നൂറ്റാണ്ടുകളോളം നീണ്ടു നമുക്കറിയാം. 1924 അവസാനത്തെ ഉസ്മാനി ഒട്ടോമൻ ഖലീഫയായ മഹ്മൂദ് അദ്ദേഹം വരെ നിലനിൽക്കുന്നതായിട്ടുള്ള സുദീർഘമായിട്ടുള്ള ഈ ഒരു കാലഘട്ടം. അതിനിടയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ചരിത്ര സംഭവങ്ങളാണ് പരിമിതമായിട്ടുള്ള അറിവിൽ മനസ്സിലാക്കിയ രൂപത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തിനാണ് നമ്മൾ ചരിത്രത്തെ അറിയുന്നത്, അല്ലെങ്കിൽ ചരിത്ര പഠനത്തിൻ്റെ പ്രാധാന്യമാണ് ആദ്യത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു പ്രാധാന്യത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്ര പഠനത്തിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു വചനമാണ് സൂറത്ത് യൂസുഫിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം മുഴുനീളം വിശദീകരിച്ചതിന് ശേഷം അവസാനമായിട്ട് സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു വാക്ക് തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഖദ് കാന ഫീ ഖസസിഹി ഇബ്റതൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായിട്ടും ഈ ഒരു ചരിത്രത്തിൽ, ഈ വിശദീകരിക്കപ്പെട്ട ചരിത്രത്തിൽ അല്ലെങ്കിൽ കഥയിൽ ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനും ചിന്തിക്കാനും വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ ചരിത്രം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഖുർആൻ്റെ 1/3 ഭാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത് ചരിത്രം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പൂർവ്വകാല പ്രവാചകന്മാരുടെയും വ്യത്യസ്ത സമുദായങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തിയതും താഴ്ത്തിയതും നശിപ്പിച്ചതുമായിട്ടുള്ള ചരിത്രമാണ് പരിശുദ്ധ ഖുർആനിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഈ ചരിത്രമെല്ലാം ഖുർആൻ പറയുന്നത് അതിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭാവിയെ സംബന്ധിച്ച്, നമ്മുടെ ഉമ്മത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. ചരിത്രത്തിലൂടെ മാത്രമേ ഒരാൾക്ക് ഭാവിയെ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ചരിത്രത്തിലൂടെ മാത്രമേ ഭാവിയെ കാണാൻ സാധിക്കുള്ളൂ. കാരണം ചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ പറയാറുള്ള വളരെ പ്രസിദ്ധമായിട്ടൊരു വാക്ക് തന്നെ ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. ചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പം ചരിത്രം അറിയെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഭാവിയെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, അപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവസാനത്തെ 2 ദിവസത്തെ ഓർമ്മ മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കുള്ളൂ. ബാക്കിയുള്ളത് കംപ്ലീറ്റ് നിങ്ങൾ മറക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത്തരത്തിലൊരാളെ സംബന്ധിച്ച് നമ്മൾ പറയും അയാൾക്ക് അയാളുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയും. കാരണം നിങ്ങളാക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ഞാനാക്കുന്നത് നമ്മുടെ അതുവരെയുള്ള ജീവിതത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ് നമ്മളെന്ന വ്യക്തിയെ ഉണ്ടാക്കുന്നത്. അപ്പം അത് മറക്കുന്നതോടുകൂടെ അയാളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ്. ഇത് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിൽ വരുന്ന ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ മുഴുവനും വിശേഷിപ്പിച്ചത്, മുഅ്മിനീങ്ങളെ മുഴുവനായിട്ട് വിശേഷിപ്പിച്ചത് ജസദിൻ വാഹിദ്. മുഅ്മിനീങ്ങളെ മുഴുവനും, ഉമ്മത്ത് മുഴുവനും ഒരു ശരീരം പോലെയാണ്. അപ്പോൾ നമ്മൾ ഒരാൾ ഇതേ രൂപത്തിൽ നമ്മൾ മറക്കുമ്പോൾ അയാളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചരിത്രം വിസ്മരിക്കുന്നതോടുകൂടെ ഈ ഉമ്മത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ മാനസികമായിട്ട് തകർക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി അവരുടെ ചരിത്രം മറപ്പിക്കുക എന്നുള്ളതാണ്. ശത്രുക്കളെല്ലാം പ്രയോഗിക്കാറുള്ള ഏറ്റവും കുടിലമായിട്ടുള്ള ശത്രുക്കളുടെ ഒരു തന്ത്രതാണ് ചരിത്രത്തെ മറപ്പിക്കുക, അല്ലെങ്കിൽ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുക. നമ്മുടെ നാടിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പയറ്റിയ ഏറ്റവും നീചമായിട്ടുള്ള അവരുടെ ഒരു തന്ത്രം ഇതായിരുന്നു. അവർ ചരിത്രത്തെ ദുർവ്യാഖ്യാനിച്ചു. അവർ ചെയ്ത ആ ഒരു പ്രവൃത്തിയുടെ ആഘാതം, അതിൻ്റെ പരിണിത ഫലം ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ
ഫാസിസ്റ്റ് ശക്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതേ തന്ത്രമാണ്. അതായത് അവർ ചരിത്രത്തെ മാറ്റി എഴുതാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ചരിത്രത്തെ മറപ്പിക്കുക വഴി ആ ഒരു സമുദായത്തിൻ്റെ അസ്തിത്വം തന്നെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല തന്ത്രം അവരുടെ ചരിത്രം അവരെ മറപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ചരിത്ര പഠനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം പ്രപഞ്ചത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ ഒരു വ്യവസ്ഥക്കനുസരിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ശാസ്ത്രവും മറ്റും നമുക്ക് കെട്ടിപ്പടുക്കാനെല്ലാം സാധിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് 100 ഡിഗ്രി ആണ് വെള്ളം തിളക്കാനുള്ള വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ 100 ഡിഗ്രി എത്തിയാൽ വെള്ളം തിളക്കണമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചൊരു വ്യവസ്ഥയാണ്. അതൊരാൾക്കും മാറ്റാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഓക്സിജനും ഹൈഡ്രജനും കൂടിച്ചേർന്നാൽ വെള്ളം ഉണ്ടാകുമെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു വ്യവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അതേപോലെ സൃഷ്ടികളോടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബന്ധത്തിലും ചില വ്യവസ്ഥകളുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക്. ആ വ്യവസ്ഥകളെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു ജനതക്ക് ഏത് സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകുക, ഒരു ജനതക്ക് മേലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഏത് സന്ദർഭത്തിലാണ് ഇറങ്ങുക, ഏത് രൂപത്തിലാണ് ഒരു ജനതയെ നശിപ്പിക്കുക, ഈ രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ ചില സുന്നത്തുകളുണ്ട് സൃഷ്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ. ആ ഒരു സുന്നത്ത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചരിത്ര പഠനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ചരിത്ര പഠനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു സുന്നത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലെല്ലാം ചരിത്ര പഠനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കൂടുതൽ മുഖവരില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഖിലാഫത്തിനെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഖലീഫ എന്നുള്ള പദം നമുക്കറിയാം, നമ്മൾ പിൻഗാമി എന്നുള്ള അർത്ഥത്തിലാണ് ഖലീഫയെ നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിയോഗത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ ബഖറയിൽ ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ എന്നാണ് ആദം നബിയെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖലീഫ എന്നുള്ള പദം തന്നെ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഏറ്റവും ചുരുക്കത്തിൽ മറ്റൊരാൾക്ക് പുറകിൽ വരികയും അയാളുടെ സ്ഥാനത്ത് നിലകൊള്ളുകയും ചെയ്തയാൾ, ഈ ഒരു അർത്ഥത്തിലാണ് ഖലീഫ എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഏറ്റെടുത്ത് ഈ ഉമ്മത്തിനെ നയിച്ച ആളുകൾ, അവരെയാണ് നമ്മൾ ഖലീഫ എന്ന് വിളിക്കാറുള്ളത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠരായത് ഖുലഫാ ഉർ റാഷിദീങ്ങളായിട്ടുള്ള 4 ഖലീഫമാരാണ്. ഈ ഒരു ഖലീഫമാരിൽ നിന്നാണ് ചരിത്രം ആരംഭിക്കുന്നത്. നമ്മളിവിടെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വർഷം 11 റബീഉൽ അവ്വൽ 12-ാം തീയതി തിങ്കളാഴ്ച ദിവസം, അതായത് AD 632 ജൂൺ മാസം, AD ക്രിസ്താബ്ദം ഈ ഒരു ഡേറ്റാണ് ഞാൻ ഇനി തുടർന്ന് അങ്ങോട്ട് സൂചിപ്പിക്കുക. കാരണം അവസാനം വരെയുള്ള ചരിത്രം 1924 വരെയുള്ള ചരിത്രം പറയുമ്പോൾ ഏറ്റവും സുഗമമായത് അതാണെന്നുള്ള അർത്ഥത്തിൽ ആ ഒരു ഡേറ്റാണ് പിന്നീട് അങ്ങോട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മരണപ്പെടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ച പോലെയുള്ള പ്രകാശപൂരിതമായിട്ടുള്ളൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞതുപോലെ അന്ധകാരമായിട്ടുള്ളൊരു ദിനം ഞാൻ കണ്ടിട്ടില്ല. അത്രയേറെ മദീനയിൽ ഇരുട്ട് പടർന്ന ഒരു ദിവസമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗ ദിനം. സ്വഹാബികളായിട്ടുള്ള ആളുകൾക്ക് കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പ്രതികരിച്ച രൂപമെല്ലാം പലപ്പോഴും നമ്മൾ കേട്ടതാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെ തുടർന്ന് മണിക്കൂറിനകം അൻസാറുകളായിട്ടുള്ള ആളുകൾ മസ്ജിദ് നബിയുടെ പിറകുവശത്തുള്ള ഖസ്റജ് ഗോത്രക്കാരുടെ ബനു സായിദ പന്തലിൽ ഒരുമിച്ച് കൂടുകയാണ്. അപ്പോൾ ജാഹിലിയ കാലഘട്ടം മുതൽ തന്നെ അവർ ഒന്നിക്കുന്ന ഒരു പന്തലാണ് മസ്ജിദ് നബിയുടെ പിറകുവശത്തുള്ള ആ ഒരു തോട്ടം. നമ്മൾ ഇന്നും അതേ രൂപത്തിൽ ബനു സായിദ തോട്ടം ആ ഒരു സഖീഫ നമ്മൾ കാണാൻ സാധിക്കും അവിടെ. അപ്പോൾ അവർ കൂടിച്ചേർന്നത് ആ ഒരു ദുരന്തം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്നുള്ളത് ഉമ്മത്തിനായിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ആ ഒരു ദുരന്ത സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. ആ ഒരു അർത്ഥത്തിൽ മാത്രമാണ് അവരവിടെ കൂടിച്ചേർന്നത്. അല്ലാതെ ഖലീഫയെ തിരഞ്ഞെടുക്കണമെന്നൊരു ഉദ്ദേശം അതിന് പിന്നിലുണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരവിടെ സംഗമിക്കുകയാണ്. അവരതിനെ സംബന്ധിച്ച് ഈ ഒരു ദുഃഖം അവർ പങ്കുവെക്കുന്നു. സ്വാഭാവികമായിട്ടും വിഷയം ഇനി ആര് നമ്മുടെ ഈ ഒരു പ്രവാചകൻ മരണപ്പെട്ടിരിക്കുന്നു, ഉമ്മത്തിനൊരു നേതാവ് വേണ്ടതുണ്ട്, ഒരു നായകന് വേണ്ടതുണ്ട് എന്നുള്ള വിഷയത്തിലേക്ക് സ്വാഭാവികമായിട്ട് സംസാരം എത്തുകയായിരുന്നു.
ആര് ഉമ്മത്തിനെ നയിക്കും, പ്രവാചകന് ശേഷം ഈ ഒരു ഉമ്മത്തിനെ ആര് നയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് അതിലേക്ക് നിരവധി സൂചനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തെളിവാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് അസുഖം ബാധിച്ച സന്ദർഭത്തിൽ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഇമാമായിട്ട് തിരഞ്ഞെടുത്തത്. 3 ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ഇമാമായിട്ട് നമസ്കരിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൽപ്പം പള്ളിയിലേക്ക് എത്താൻ വൈകിയ സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാമായിട്ട് നിൽക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് പ്രവാചകൻ ശക്തമായിട്ട് കോപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹും റസൂലും അബൂബക്കറിനെ അല്ലാതെ അനുവദിക്കുകയില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നിന്നും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പിന്മാറാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുകയാണ്. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് തൻ്റെ ശേഷം ആരാണ് വരേണ്ടത് എന്നുള്ളതിലേക്കൊരു സൂചന കൃത്യമായിട്ടത് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയും നിരവധി ഹദീസുകൾ ഈ ഒരു വിഷയത്തിലേക്ക് സൂചന നൽകുന്നതായിട്ടുള്ള നിരവധി ഹദീസുകൾ നമ്മൾ കാണാൻ സാധിക്കും. ശ്രദ്ധേയമായിട്ടുള്ള 3 ഹദീസുകൾ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, പ്രവാചകൻ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വഹാബികളോട് പറയുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു കിണറ്റിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നതായിട്ട് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരുടെ സ്വപ്നം എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കിണറ്റിൻ്റെ അടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നതായിട്ടാണ് സ്വപ്നം. ആ കിണറ്റിനടുത്തൊരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റ് ഉപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച അത്ര ഞാൻ അതിൽ നിന്നും വെള്ളം കോരിയെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പിന്നീട് ആ ബക്കറ്റ് ഇബ്നു അബീ ഖുഹാഫ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ബക്കറ്റ് എടുത്തു. അദ്ദേഹം 1-2 ബക്കറ്റ് കോരി. അദ്ദേഹം കോരിയതിൽ ചില ദൗർബല്യങ്ങളുണ്ടായിരുന്നു. അല്ലാഹു യഗ്ഫിറു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ശേഷം അതൊരു വലിയ ബക്കറ്റായിട്ട് മാറി. അത് ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു കോരുന്നത് പോലെ ഒരു അബഖരിയും ഒരു ദിശണാശാലിയും കോരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു കോരിയ പോലെ ആ കിണറ്റിൽ നിന്ന് ഒരാളും കോരിയിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദേഹം കോരിയ വെള്ളം കൊണ്ട് ജനങ്ങളും അവരുടെ ഒട്ടകങ്ങൾ വരെ ദാഹം തീർത്ത് ആ ഒട്ടകങ്ങൾ വരെ മടങ്ങി. അത്രത്തോളം വെള്ളം കോരിയെടുക്കാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു എന്നാണ് ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കൃത്യമായിട്ട് മനോഹരമായിട്ടൊരു ഉപമയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിൽ നമ്മളുമായിട്ട് കൈമാറുന്നത്. ഈ ഹദീസിനെ സംബന്ധിച്ച് ഒരല്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആ ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം കോരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 1-2 ബക്കറ്റ് കോരിയെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. 2 വർഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തുടനീളം അതിൻ്റെ നല്ലൊരു ഭാഗം അദ്ദേഹം ചെലവഴിക്കേണ്ടി വന്നത് ഉമ്മത്തിനിടയിലുള്ള ചില പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ഇസ്ലാമിക സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള ഒരു അവസരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിരുന്നില്ല. കാര്യമായിട്ട് ഉമ്മത്തിൽ ഉള്ള പ്രശ്നങ്ങൾ തീർക്കാനാണ് അദ്ദേഹത്തിൻ്റെ സമയം ഉടനീളം അദ്ദേഹം വലിയൊരു ഭാഗം ചെലവഴിക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കോരിയതിന് ശേഷം ആ കയറ് ഏകദേശം പൊട്ടാനിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു ബക്കറ്റ് ഏറ്റെടുക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പൊട്ടാനിരിക്കുന്ന കയറ് ശക്തമായിട്ട് കൂട്ടിക്കെട്ടുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തി. അദ്ദേഹം അത് ശക്തമായിട്ട് കൂട്ടിക്കെട്ടിയത് കൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വലിയ ബക്കറ്റ് ഉപയോഗിച്ച് അത്രയേറെ ജനങ്ങളും ഒട്ടകങ്ങളെല്ലാം കുടിക്കുന്ന രൂപത്തിൽ വെള്ളം കോരിയെടുക്കാൻ സാധിച്ചത്. ഈ രൂപത്തിലാണ് നമ്മൾ ഹദീസ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുകയാണ്. 10 വർഷത്തോളമുള്ള തൻ്റെ ഭരണകാലത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത്, അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ 14 നൂറ്റാണ്ടുള്ള ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാം വികസിപ്പിച്ചതുപോലെ മറ്റൊരാൾക്കും അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് നമ്മൾ ചരിത്രം വെച്ച് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ കാണാൻ സാധിക്കും. 14 നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ മറ്റാർക്കും സാധിക്കാത്തതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചത്.
450ഓളം വർഷം പഴക്കമുള്ള ഒരു വലിയ സാമ്രാജ്യത്തെ, പേർഷ്യൻ സാമ്രാജ്യത്തെ, ആ ഒരു സാമ്രാജ്യത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത് അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തെ അവസാനിപ്പിക്കുന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വന്നതല്ല. പിന്നീട് വന്ന ഉമവികളുടെ കാലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അബ്ബാസികളുടെ കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിലും അവരാർക്കും ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത അത്തരം രൂപത്തിലുള്ള ഒരു പ്രവൃത്തി അവരാർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിർത്തുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ ആ ഒരു ഭംഗി കൂടെയാണ് നമ്മൾ ആ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു ഹദീസിൽ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്കൊരു സൂചന നൽകുന്നുണ്ട്. തൻ്റെ ശേഷം ആരാണ് വരിക, അതിനുശേഷം ആരാണ് വരിക, അതിലേറ്റവും കൂടുതൽ അഭിവൃദ്ധി ഇസ്ലാമിക ഉമ്മത്തിനുണ്ടാവുക ഏതെല്ലാം എന്ന് കൃത്യമായിട്ട് ഈ ഒരു സ്വപ്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമതായിട്ട് മറ്റൊരു ഹദീസ്, അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള മറ്റൊരു ഹദീസിൽ ഒരിക്കൽ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? പ്രവാചകൻ പല സന്ദർഭങ്ങളിലായിട്ട് ഈ രൂപത്തിലുള്ള ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്വഹാബി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്നിട്ട് അദ്ദേഹം ആ ഒരു സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുക്കുക. അദ്ദേഹം പറയുകയാണ്, ആകാശത്ത് നിന്നൊരു മീസാൻ വന്നു, എന്നിട്ട് ആ മീസാനിൽ താങ്കൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായിട്ട് തൂക്കി നോക്കി. ഈ സന്ദർഭത്തിൽ താങ്കളായിരുന്നു അബൂബക്കറിനേക്കാൾ തൂക്കം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ കനം തൂങ്ങിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹുവുമായിട്ട് തൂക്കി നോക്കി. ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ തൂക്കം. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവുമായിട്ട് തൂക്കി നോക്കി. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ തൂക്കം. അതിനുശേഷം ആ തുലാസ് ഉയർത്തപ്പെട്ടു. ഇതാണ് ഹദീസ്. ഈ ഒരു സ്വപ്നം അദ്ദേഹം പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നു. പ്രവാചകൻ യാതൊന്നും പ്രതികരിച്ചില്ല. അപ്പം പ്രവാചകൻ്റെ മൗനം നമ്മൾ ഹദീസായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പോയിന്റ്. പ്രവാചകൻ മൗനം അവലംബിച്ചതുകൊണ്ട് തന്നെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു സ്വപ്നമാണെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സ്വപ്നം ഇവിടെ പറയാനുള്ള കാരണം സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഹദീസിൻ്റെ ഒരു തർത്തീബ് നോക്കുക. ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഈ തർത്തീബ് നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത്. മറ്റൊന്നുകൂടെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു ഹദീസ് കൂടെ സൂചിപ്പിക്കുകയാണ്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ധരിക്കുന്ന, ബുഖാരി ധരിക്കുന്ന മറ്റൊരു ഹദീസ്. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ദിവസം മുഴുവനും ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിക്കണം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പ്രവാചകനെ തെരഞ്ഞ് പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക ദിശയിലേക്ക് പോയിട്ടുണ്ടെന്ന് അവർ പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തെരഞ്ഞു പോയിട്ട് അവസാനം അരീസ് തോട്ടം, അതായത് തോട്ടത്തിൻ്റെ പേരാണ്, അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിണറ്റിന് അരികിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ തോട്ടത്തിൻ്റെ കവാടത്തിലൂടെ ഞാൻ അതിലേക്ക് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിണറ്റിനടുത്ത് പോയിട്ട് ഒളു എടുത്ത് വന്നു. കിണറ്റിൻ്റെ തിണ്ണയിൽ കാലുകൾ കിണറ്റിലേക്ക് തൂക്കിയിട്ടിരുന്നു. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. പ്രവാചകൻ സലാം മടക്കി. ഒരല്പസമയത്തിന് ശേഷം ആരോ വന്ന് തോട്ടത്തിൻ്റെ വാതിൽ മുട്ടി. അപ്പോൾ ഞാൻ പോയി നോക്കി, ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അബൂബക്കറാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു വാതിലിന് മുട്ടിയത്. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ചു, പ്രവാചകരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുവാദം ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് അനുവാദം നൽകുക, അതോടൊപ്പം ബശ്ശിർഹു ബിൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്തയും അറിയിക്കുക. അപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പോകുന്നു. അദ്ദേഹം തോട്ടത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. അദ്ദേഹം ഇതേ രൂപത്തിൽ അദ്ദേഹത്തോട് പറയുന്നു, പ്രവാചകൻ താങ്കളോട് സ്വർഗത്തിനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പ്രവാചകൻ്റെ വലതുവശത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന പോലെ കിണറ്റിലേക്ക് കാല് തൂക്കിയിട്ടിരുന്നു. ഒരല്പസമയത്തിന് ശേഷം വീണ്ടും വാതിലിന് ആരോ മുട്ടുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാൻ പോയി നോക്കി, ഞാൻ ആരാണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് മറുപടി ലഭിക്കുകയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, കാര്യം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുക, അതോടൊപ്പം അദ്ദേഹത്തിന് വബശ്ശിർഹു ബിൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്തയും അറിയിക്കുക. അദ്ദേഹം ഇതേ രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. ഉമർ റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് കടന്നു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുവശത്ത് ഇരുകാലുകളും കിണറ്റിലേക്ക് തൂക്കിയിട്ടായിട്ട് അവിടെ ഇരിക്കുകയാണ്.
ഒരല്പസമയത്തിന് ശേഷം വീണ്ടും വാതിൽ ആരോ മുട്ടുന്നു. ആരാണെന്ന് ഞാൻ ചോദിക്കുന്നു. അത് ഉസ്മാനാണെന്ന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് മറുപടി ലഭിക്കുകയാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് അനുമതി ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന് അനുമതി നൽകുക. വബശ്ശിർഹു ബിൽ ജന്ന അലാ ബൽവാ തുസീബുഹു, അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. എന്നാൽ അദ്ദേഹത്തെ വലിയൊരു പരീക്ഷണം ബാധിക്കാനിരിക്കുന്നു എന്നുകൂടെ അറിയിക്കുക. അതായത് വലിയൊരു പരീക്ഷണത്തിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കുക എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് ഈ അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് വരുന്നു. അവർ നബിയുടെ എതിർവശത്തായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർവശത്തായിട്ട് പ്രവാചകൻ അഭിമുഖമായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഈ ഒരു ഹദീസ് ഇവിടെ പറയാനുള്ള കാരണം, ഈ ഒരു ഹദീസിൽ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു തർത്തീബ്, അതായത് പ്രവാചകന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഈ ഒരു തർത്തീബ് അല്ലെങ്കിൽ ഈ ഒരു ക്രമം നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെയെല്ലാം കൃത്യമായിട്ട് പ്രവാചകൻ തൻ്റെ ശേഷമുള്ള ആ ഒരു ഭരണാധി അല്ലെങ്കിൽ തൻ്റെ ശേഷം ആരാണ് ഉമ്മത്തിനെ നയിക്കുക എന്നുള്ളതിലേക്ക് കൃത്യമായിട്ടുള്ളൊരു സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുക. അപ്പോൾ നമ്മളിവിടെ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം, നിരവധി ഹദീസുകൾ ഈ രൂപത്തിലുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 100% കൃത്യമായിട്ട് തൻ്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരിക്കും ഈ ഒരു ഉമ്മത്തിനെ നയിക്കുക എന്ന് കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നോ എന്നുള്ളതാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് നിരവധി കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അതിൻ്റെ കാരണമായിട്ട് പറയപ്പെടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഈ ഉമ്മത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. അതവിടെ ഓപ്പണാക്കി വെച്ചു. അതുകൊണ്ട് തന്നെ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് വരുന്ന ഓരോ ഖലീഫമാരും അവർ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അടുത്ത ആളെ അവർ തിരഞ്ഞെടുക്കാൻ നിർബന്ധമാകും. കാരണം പ്രവാചകൻ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ദീനിൽ വാജിബായിട്ട് മാറുകയാണ്. പക്ഷെ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യാതെ അത് ഓപ്പണാക്കി അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഏത് രൂപത്തിലും ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് അതിലുള്ള യുക്തി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് തൻ്റെ ശേഷം ആരായിരിക്കും വരേണ്ടതെന്ന് കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതിരുന്നതിലുള്ളൊരു യുക്തി അതാണ്. പക്ഷേ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഇതിലേക്ക് സൂചന നൽകിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ 4 ഖലീഫമാരും നമ്മൾ പരിശോധിക്കുന്ന അവരുടെ ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സന്ദർഭത്തിൽ അടുത്ത ഖലീഫയായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇത് ചെയ്യാൻ കാരണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് ചെയ്താൽ അത് ദീനിൽ വാജിബാകുന്നില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് പിന്നീട് മറ്റുള്ള ആളുകളെല്ലാം അത് ചെയ്യേണ്ടി വരികയാണ്. പക്ഷേ അതേസമയം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അടുത്ത ഖലീഫയെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നില്ല. മറിച്ച് 6 ആളുകളെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാൻ 6 ആളെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതേ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സന്ദർഭത്തിൽ അതും ചെയ്തിട്ടില്ല. അദ്ദേഹം ഒന്നും ചെയ്യാതെ അദ്ദേഹത്തെ മറ്റുള്ള ആളുകൾ വധിക്കപ്പെടുകയാണ്. പിന്നീട് അവിടെയുള്ള ജനങ്ങളാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുന്നത്. ഓരോ ആളുകളും വ്യത്യസ്ത രൂപത്തിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഇസ്ലാമിക ശരീഅത്ത് ഈ രൂപത്തിൽ ഏത് രൂപത്തിൽ തിരഞ്ഞെടുക്കാനും അനുവാദം നൽകുന്നുണ്ട്. അതിലേറ്റവും നിരുത്സാഹപ്പെടുത്തിയത് ഒരാൾ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ ഖലീഫയായിട്ട് നിശ്ചയിക്കുക എന്നുള്ളത്. അതും അനുവദനീയമാണ്, തീർച്ചയായിട്ടും അത് ഹലാലാണ്. പക്ഷേ ഏറ്റവും നിരുത്സാഹപ്പെടുത്തിയ ഒരു രീതി അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിൻഗാമിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് സൂചന നൽകിയിരുന്നു. പക്ഷേ വ്യക്തമായിട്ടത് പ്രഖ്യാപിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് ബനു സഅദ ആ ഒരു സഖീഫയിൽ അവർ ഒത്തുചേർന്നതും അതിനെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യേണ്ടി വന്നതും. അൻസാരികളായിട്ടുള്ള ആളുകൾ അവിടെ സംഗമിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് അവർ സംഗമിച്ചു. അതിന് സ്വാഭാവികമായിട്ടും വിഷയം ആരാണ് ഉമ്മത്തിനെ നയിക്കുക എന്ന ഖലീഫ എന്നുള്ള വിഷയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പം അൻസാരികൾക്കിടയിൽ ഉയർന്നു വന്ന ഒരു പേര് സഅദ് ബിൻ ഉബാദയെ സംബന്ധിച്ചാണ്. സഅദ് ബിൻ മുആദിനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ഖന്തഖ് യുദ്ധത്തിലാണ് മരണപ്പെടുന്നത്. അത് ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ളൊരു സ്വഹാബിയാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള പിന്നെ ഏറ്റവും വലിയ സീനിയർ ലീഡർ ആയിട്ടുള്ളത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഏറ്റവും ഖസ്റജ് ഗോത്രത്തിൽ ഏറ്റവും മുതിർന്ന നേതാവാണ് അദ്ദേഹം. നമുക്കറിയാം മദീനയിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള 2 ഗോത്രങ്ങൾ ഔസും ഖസ്റജുമാണ്. അതിൽ
ഏറ്റവും വലിയ ഗോത്രം ഹസ്രജാണ്. അവരാണ് ആദ്യം ഇസ്ലാമിലേക്ക് വന്നത്. നമ്മൾ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഒന്നാം അഖബ ഉടമ്പടിയുടെ സന്ദർഭത്തിൽ അവരാണ് ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നത്. അപ്പോൾ ആ ഗോത്രത്തിലുള്ള ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവർ സഅദ് ബിൻ ഉബാദയാണ് ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി അൻസാറുകളായിട്ടുള്ള ആളുകൾ നിശ്ചയിച്ചിരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവും ജുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും എല്ലാം പ്രവാചകൻ്റെ വീട്ടിലായിരുന്നുള്ളത്. അപ്പോൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ആ മരണാനുബന്ധ കർമ്മങ്ങളിലും മറ്റും മുഴുകിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇതെല്ലാം അവിടെ സംഭവിക്കുന്നത്. കാരണം അവരാണ് ഏറ്റവും പ്രവാചകനോട് അടുത്ത ബന്ധുക്കൾ. അതുകൊണ്ട് തന്നെ അവർ പ്രവാചകൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഈ ഒരു ചർച്ച, ഈ ഒരു ബനു സഅദ ഈ പന്തലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എല്ലാം കേൾക്കുകയും അവരും പിന്നീട് അങ്ങോട്ട് എത്തിച്ചേരുകയാണ്. അവർ എത്തുന്നു. പിന്നീട് അവർക്കിടയിൽ വലിയ ചർച്ചയാകുന്നു. ആരാണ് അടുത്ത ഖലീഫ എന്നുള്ള ഒരു ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൻസാറുകളായിട്ടുള്ള ആളുകൾ നേതാവായിട്ട് സഅദ് ബിൻ ഉബാദയെ അവർ മുന്നോട്ട് വെക്കുകയാണ്. നേതാവായിട്ട് അടുത്ത ഖലീഫയായിട്ട് അവർ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെയാണ് അവർ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അവരതിനെ സംബന്ധിച്ച് സംസാരിച്ചു. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഭാഷണം ആരംഭിക്കുകയാണ്. അദ്ദേഹം ആദ്യം അൻസാറുകളായിട്ടുള്ള ആളുകളുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന നിരവധി ഹദീസുകൾ അദ്ദേഹം ആദ്യം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ചോദിച്ചു, സഅദ് ബിൻ ഉബാദയെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നത്, ഒരു പ്രത്യേകമായിട്ടൊരു ഹദീസ് പറയുന്നത് താങ്കളും കേട്ടതല്ലേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം പറയുന്നത്, ഈ കാര്യം പറയുന്ന സന്ദർഭത്തിൽ ഞാനും താങ്കളും ആ സദസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പ്രവാചകൻ പറഞ്ഞ ആ ഒരു കാര്യം പറയുകയാണ്, അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, തീർച്ചയായിട്ടും നേതാക്കൾ അത് ഖുറൈശ് ഗോത്രത്തിൽ നിന്നായിരിക്കുമെന്നുള്ള പ്രവാചകൻ്റെ ആ ഒരു ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം അതിന് സാക്ഷിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, സ്വദഖ്ത നഹ്നുൽ വുസറ അൻതുമുൽ ഉമറ, തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് നായകന്മാർ, ഞങ്ങൾ നിങ്ങളുടെ സഹായികളായിട്ട് കൂടെ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈമാന് കൂടെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആ ഒരു ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതോടുകൂടി അദ്ദേഹം പറയുകയാണ്, ശരിയാണ് താങ്കൾ പറഞ്ഞത്, നിങ്ങൾ തന്നെയായിരിക്കും നേതാക്കന്മാർ, ഞങ്ങൾ സഹായികളായിട്ട് അൻതുമുൽ ഉമറ, ഞങ്ങൾ സഹായികളായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെയും കൈകൾ ഈ രണ്ടാളുടെയും കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്കൊരാളെ തിരഞ്ഞെടുക്കാമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. രണ്ട് ഓപ്ഷൻ അവർക്ക് നൽകുകയാണ്. ഈ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഉറക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കൈ നീട്ടാൻ പറയുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകുകയും ചെയ്യുകയാണ്. പിന്നീട് ഓരോ ആളുകളായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകി അദ്ദേഹത്തെ ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് മണിക്കൂറുകൾക്കകം ആദ്യത്തെ ഖലീഫയെ അവർ തിരഞ്ഞെടുക്കുകയാണ്. അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ചയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത്. ചൊവ്വാഴ്ച ദിവസം സ്വഹാബികളായിട്ടുള്ള ആളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി. ആ സന്ദർഭത്തിലും പ്രത്യേകം മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഖബറടക്കിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് അവിടെയുണ്ട്. ആ സന്ദർഭത്തിൽ പിറ്റേ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ആദ്യത്തെ ഖുത്ബ നിർവഹിക്കുകയാണ് ഖലീഫയായതിനു ശേഷം. ആ ഒരു ഖുത്ബ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ഖുത്ബയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള വചനങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭരണാധികാരം ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനൊന്നുമല്ല, പക്ഷേ ഞാൻ നല്ലത് പ്രവർത്തിച്ചാൽ എന്നെ നിങ്ങൾ സഹായിക്കുക, തെറ്റ് ചെയ്താൽ എന്നെ നിങ്ങൾ നേരെയാക്കുക. ഞാൻ അള്ളാഹുവിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കാലം അത്രയും നിങ്ങൾ എന്നെ അനുസരിക്കുക. ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും കൽപ്പന ധിക്കരിച്ചാൽ നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല. ഈ രൂപത്തിൽ നടത്തിയ വളരെ മനോഹരമായിട്ടുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു ഖുത്ബ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നടത്തുകയാണ്. പിന്നീടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഖബറടക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ സംസ്കരണ ചടങ്ങുകളിലായതിനാൽ തെരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് അവിടെ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അത് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ പിന്നീട് നമുക്കറിയാം ഉമ്മത്തിൽ വലിയൊരു ഭിന്നതയ്ക്ക് കാരണമായി. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഖലീഫയായതിനു ശേഷം ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഭവം കാണുന്നത്, പിറ്റേ ദിവസം ഖലീഫയായിട്ട് ചുമതലയെടുത്തതിന് ശേഷം പിറ്റേ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
മാർക്കറ്റിലേക്ക് പോകുന്നതായിട്ട് അവർ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ ഉമ്മത്തിൻ്റെ ഭരണാധികാരം ഏറ്റെടുത്ത പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ കച്ചവട സാധനങ്ങളുമായിട്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കാണ്, താങ്കൾ ഇപ്പോൾ മുസ്ലിങ്ങളെ ഖലീഫയാണ്, എങ്ങോട്ടാണ് പോകുന്നത്? മാർക്കറ്റിലേക്കാണോ താങ്കൾ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കേണ്ടതില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിന് സമ്പാദിക്കാൻ വേണ്ടി ഉണ്ടാക്കുക? അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കച്ചവടത്തിന് പോവുകയാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ സന്ദർഭത്തിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് ബൈത്തുൽ മാലിൽ നിന്നും, പൊതു ഖജനാവിൽ നിന്നും ഖലീഫക്ക് ആവശ്യമായിട്ടുള്ള തുക അല്ലെങ്കിൽ ഒരു ശമ്പളം നിശ്ചയിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖലീഫക്ക് ഒരു പ്രത്യേക വിഹിതം അവരുടെ പൊതു ഖജനാവിൽ നിന്നും കൊടുക്കാനുള്ളൊരു തീരുമാനം വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവ മഹിമകളും ശ്രേഷ്ഠതയും ഒന്നും വിശദീകരിക്കുന്നില്ല. നമ്മൾ പലപ്പോഴായിട്ട് കേട്ടതാണ്. പ്രവാചകന് ശേഷം ഏറ്റവും ഭൂമിയിൽ നടന്ന ഏറ്റവും നല്ല വ്യക്തി എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതായിട്ട് കാണാം. ഏറ്റവും ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി, പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. ഈ രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠതകൾ പലപ്പോഴായിട്ട് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഖലീഫയായ ഉടൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്തത് ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ റോമിലേക്ക് അയക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയ, പ്രവാചകൻ്റെ അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അവസാന കൽപ്പനകളിലൊന്ന് റോമക്കാർക്കെതിരെ ഒരിക്കൽ കൂടെ യുദ്ധം ചെയ്യണം. ആ സംഘത്തിൻ്റെ നേതാവായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് ഉസാമ റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പോൾ ഈ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവർ ആ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട് മദീനക്ക് പുറത്തുള്ള ജുർഫ് എന്നുള്ള സ്ഥലത്ത് എത്തിയ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ വാർത്ത അവർ അറിയുന്നത്. അപ്പോൾ ആ സംഘം മദീനയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അവർ മദീനയിലേക്ക് തിരിച്ചെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മരണപ്പെടുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഉസാമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ വെറും 18 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഉസാമ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. സെയ്ദ് ബിൻ ഹാരിസ നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്വഹാബിയാണ് സെയ്ദ് ബിൻ ഹാരിസ, വളർത്തുപുത്രനുമായിട്ട് ബന്ധപ്പെട്ട ആയത്ത്. അപ്പോൾ ആ സെയ്ദ് ബിൻ ഹാരിസയുടെ മകനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘത്തിൻ്റെ നേതാവായിട്ട് നിശ്ചയിച്ചത്. അദ്ദേഹത്തിന് വെറും 18 വയസ്സാണ്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതുകൊണ്ട് തന്നെ അവർ തിരിച്ചെത്തുന്നു. പിന്നീട് പ്രവാചകൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ആ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു അന്തരീക്ഷത്തിൽ അവരെ വീണ്ടും യുദ്ധത്തിന് വേണ്ടി അയക്കേണ്ടതില്ലെന്ന് സ്വഹാബികളായിട്ടുള്ള ആളുകൾ പറയുകയാണ്. അതേപോലെ തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, സ്വഹാബികളായിട്ടുള്ള ആൾ പറഞ്ഞ കാര്യം, ഈ നേതാവിനെ മാറ്റണം എന്നുള്ളത്. അതായത് ഉസാമ റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പ്രായക്കാരൻ, 18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ലീഡറെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മറ്റേതെങ്കിലും ഒരാളെ സൈന്യത്തിൻ്റെ നായകനായിട്ട് ആക്കാമെന്നുള്ളൊരു അഭിപ്രായം അവിടെ ഉയർന്നു വരികയാണ്. അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെതിരെ പ്രതികരിച്ച് അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിനെ സൈന്യാധിപനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ ഞാൻ തയ്യാറല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വഹാബികളായിട്ടുള്ള ആളുകൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരെ അവർ പറയിച്ചു നോക്കി. പക്ഷേ ശക്തമായിട്ടുള്ള ഭാഷയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കോപിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച ഒരാളെ മാറ്റാൻ ഞാൻ ആളല്ല, അതൊരിക്കലും ഞാൻ ചെയ്യുകയില്ലെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയും അന്നത്തെ ദിവസം തന്നെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസം തന്നെ തിങ്കളാഴ്ച രാത്രി തന്നെ അവരോട് മദീനയിൽ നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ യുദ്ധത്തിന് പോകണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയാണ്. ഖലീഫ ആയതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എടുത്ത ആദ്യത്തെ തീരുമാനം, ശക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തീരുമാനമാണിത്. ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ട് ഉസാമ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം. അദ്ദേഹം ഉസാമ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്താണ് ഇരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിലത്ത് നടന്നുകൊണ്ട് അദ്ദേഹം നൽകുന്ന ചില ഉപദേശം. ഈ ഉപദേശം ചരിത്രപ്രസിദ്ധമാണ്. ഇസ്ലാമിൻ്റെ യുദ്ധ നയങ്ങൾ കൂടെയാണ് ഈ ഒരു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശം നമുക്ക് കാണിച്ചിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ചതിക്കരുത്,
മറ്റുള്ളവരെ വഞ്ചിക്കരുത്, കൊച്ചു കുട്ടികളെയും സ്ത്രീകളെയും നിങ്ങൾ വധിക്കരുത്. യുദ്ധത്തിലെ ഉള്ള നിയമങ്ങളാണ്, നിങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മരങ്ങൾ നിങ്ങൾ മുറിക്കരുത്, മൃഗങ്ങളെ ഭക്ഷണത്തിനല്ലാതെ നിങ്ങൾ മൃഗങ്ങളെ വധിക്കരുത്, ആശ്രമത്തിൽ ആരാധനകളിൽ ഏർപ്പെട്ട ആളുകളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഈ രൂപത്തിലുള്ള നിരവധി ശ്രദ്ധേയമായിട്ടുള്ള ഉപദേശങ്ങൾ അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ റളിയല്ലാഹു അൻഹുവിന് നൽകുന്നുണ്ട്. ആ ഒരു തീരുമാനത്തെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അന്നത്തെ ദിവസം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസം തന്നെ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾക്കെതിരെ അയക്കുന്നതിലൂടെ ശത്രുക്കൾക്ക് ശക്തമായിട്ടുള്ളൊരു സന്ദേശം കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈമാറുകയായിരുന്നു. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതോടുകൂടെ ഇസ്ലാം തളർന്നു എന്ന് ധരിച്ച ചില ശത്രുക്കൾ, ആ ശത്രുക്കളുടെ ധാരണ തിരുത്തുക കൂടെ ചെയ്യുകയായിരുന്നു ഈ ഒരു പ്രവൃത്തിയിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്തയും ഉസാമയുടെ സംഘം യുദ്ധത്തിനായി വരുന്നതും, ഈ രണ്ട് വാർത്തയും ഒരുമിച്ചാണ് റോമിലെ ചക്രവർത്തിക്ക്, അവിടുത്തെ ഭരണാധികാരിക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് അതുണ്ടാക്കിയ ഒരു മാനസികമായിട്ടൊരു ആഘാതം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എല്ലാ അർത്ഥത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ നിലപാട് ശരിയായിരുന്നു എന്നാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 40 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ റോമക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഉസാമ റളിയല്ലാഹു അൻഹു മദീനയിൽ തിരിച്ചെത്തുന്നത്. ആ തിരിച്ചെത്തിയ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദീർഘദൃഷ്ടി ജനങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ആ ദീർഘദൃഷ്ടി കൃത്യമായിട്ട് അതിലൂടെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് വർഷവും കുറച്ച് മാസങ്ങൾ മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്നത്. ആ ഒരു കാലഘട്ടത്തിൻ്റെ അതിൽ ഏറ്റവും നല്ലൊരു ഭാഗവും അദ്ദേഹം ചെലവഴിക്കേണ്ടി വന്നത് മുസ്ലിങ്ങൾക്കകത്ത് ചിലരുണ്ടാക്കിയ പ്രശ്നങ്ങൾക്കെതിരെയാണ്. അതായത് മതത്തിനകത്ത് നിന്നുകൊണ്ട് മതത്തിനെതിരെ തിരിഞ്ഞ ഒരുപാട് ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട സന്ദർഭത്തിൽ പല രൂപത്തിലുള്ള ആളുകൾ ഉമ്മത്തിലുണ്ടായിരുന്നു. ചില ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ വിശ്വാസം മനസ്സിലിറങ്ങാത്ത മറ്റു പല ലക്ഷ്യങ്ങളുമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതോടുകൂടെ ദീനിൽ നിന്നും പുറത്തുപോയി മുർത്തദ്ദായിക്കൊണ്ട്, അതായത് മതം വിട്ടു പോവുകയും ഇസ്ലാമിനെതിരെ വളരെ ഗൂഢമായിട്ട് മുനാഫിക്കുകളായിട്ടുള്ള ആളുകളോടൊപ്പം കൂടി ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രധാനമായിട്ടും 3 വിഭാഗം ആളുകളെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഒന്നാമതായിട്ട് മതം വിട്ടുപോയ ആളുകൾ, മുർത്തദ്ദായിട്ടുള്ള ആളുകൾ. രണ്ടാമതായിട്ട് ഏറ്റവും വലിയൊരു മറ്റൊരു വിഭാഗം എന്നുള്ളത് കള്ളപ്രവാചകന്മാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ഈ രൂപത്തിലുള്ള ചില ആളുകൾ തലപൊക്കിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം സുപരിചിതമായിട്ടുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസൂന ദജ്ജാലൂന കദ്ദാബൂന, പ്രവാചകന്റെ ശേഷം ഈ രൂപത്തിൽ പല ആളുകളും വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ തലപൊക്കിയിരുന്നു. മൂന്നാമതായിട്ടുള്ള ആളുകൾ സക്കാത്ത് നൽകാൻ വിസമ്മതിച്ച ഒരു വിഭാഗമാണ് മൂന്നാമത്തെ ആളുകൾ. ഈ രൂപത്തിലുള്ള 3 വിഭാഗം ആളുകളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നേരിടേണ്ടി വന്നു. ശക്തമായിട്ട് നിലപാടാണ് ഈ 3 വിഭാഗത്തിനെതിരെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്കെതിരെ എടുക്കേണ്ടി വന്നത്. ഇപ്പോൾ കള്ളപ്രവാചകന്മാർക്കെതിരെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് മുസൈലിമ അൽ കദ്ദാബ് എന്നറിയപ്പെടുന്ന ഒരു കള്ളപ്രവാചകൻ. അദ്ദേഹത്തിനെ നേരിടാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘത്തെ അയക്കുന്നുണ്ട്. മുസൈലിമയെ സംബന്ധിച്ചിടത്തോളം മുസൈലിമ അൽ കദ്ദാബ് എന്നറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം വലിയൊരു ക്രൈസ്തവ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ രസകരമാണ്. അദ്ദേഹം വലിയൊരു ക്രൈസ്തവ പണ്ഡിതനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പ് തന്നെ റോമിലൊക്കെ പോയിട്ട്, റോം എന്നുള്ളത് അന്ന് ഏറ്റവും വലിയൊരു സാമ്രാജ്യമാണ്, അവിടെ പോയിട്ട് അദ്ദേഹം ഒരുപാട് ഇൽമ് നേടി അദ്ദേഹം ലാറ്റിൻ ഭാഷയും മറ്റുമെല്ലാം പഠിച്ച് വലിയൊരു പണ്ഡിതനായിരുന്നു ഈ മുസൈലിമ. അദ്ദേഹം ക്രൈസ്തവനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രിസ്തു മതത്തെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം ക്രിസ്തുമത ഗ്രന്ഥപ്രകാരം തന്നെ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള ഒരു സൂചനയുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു, അത് താനായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു മുസൈലിമ ഉണ്ടായിരുന്നത്. അതായത് ഒരു പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കും, അത് ഞാനായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ മുസൈലിമ അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത്. പ്രവാചകന് നുബുവത്ത് ലഭിച്ച വാർത്ത അദ്ദേഹം കേൾക്കുന്നത്. അപ്പോൾ അതോടുകൂടി അദ്ദേഹം നിരാശനാവുകയാണ്. എന്നിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അദ്ദേഹം മദീനയിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന രംഗമുണ്ട്. അദ്ദേഹം അഹങ്കാരത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, എന്നെയും താങ്കൾ നബിയായിട്ട് അല്ലെങ്കിൽ അംബിയ ആയിട്ട് അംഗീകരിച്ചാൽ മാത്രമേ താങ്കൾ എന്നെയും നബിയായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളെ പിന്തുടരുകയുള്ളൂ എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹങ്കാരത്തോട് പറയാൻ.
മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായതുപോലെ നമുക്ക് രണ്ടാൾക്കും പ്രവാചകനാകാമെന്ന് മുസൈലിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉണക്ക വടി എടുത്തിട്ട് പറഞ്ഞു, വല്ലാഹി നീ ഈ ഒരു വടി എന്നോട് ചോദിച്ചാൽ പോലും ഞാൻ നിനക്ക് നൽകാൻ പോകുന്നില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ അദ്ദേഹം നിരാശനായിട്ട് മടക്കുകയും കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. ആ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം സന്ദേശം അയക്കുകയാണ്. ഞാനും നബിയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. ചുരുക്കത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നുബുവത്ത് വാദിച്ച വ്യക്തിയായിരുന്നു മുസൈലിമ അൽ കദ്ദാബ് എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന മറ്റൊരു വനിത സജ്ജാഹ് ബിൻത്ത് അൽ ഹാരിസ എന്നറിയപ്പെടുന്നൊരു സ്ത്രീ, ബനു തമീം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ. ഈ ഒരു പെണ്ണും നുബുവത്ത് വാദിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വന്നു. വളരെ രസകരമായിട്ടുള്ളൊരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ഈ സജ്ജാഹ് എന്നറിയപ്പെടുന്ന സ്ത്രീ മുസൈലിമക്കെതിരെ ഒരു യുദ്ധത്തിന് വേണ്ടി വരുന്നുണ്ട്. യുദ്ധത്തിന് വേണ്ടി വന്ന സന്ദർഭത്തിൽ സജ്ജാഹിൻ്റെ ഈ സ്ത്രീയുടെ കൂടെയുള്ള സൈന്യത്തെ കണ്ടപ്പോൾ മുസൈലിമ അൽ കദ്ദാബ് അദ്ദേഹത്തിന് മനസ്സിലായി അവരെനിക്ക് തോൽപ്പിക്കാൻ കഴിയുകയില്ലെന്ന് മനസ്സിലായ സന്ദർഭത്തിൽ ഈ സജ്ജാഹിനെ മുസൈലിമ ചർച്ചയ്ക്ക് വേണ്ടി റൂമിലേക്ക് വിളിക്കുകയാണ്. അവർ ദീർഘനേരം സംസാരിക്കുന്നു. വളരെ തന്ത്രപരമായിട്ട് മുസൈലിമ അവളെ വശീകരിക്കുകയാണ്. അവസാനം വശീകരിക്കുകയും സംഭവിക്കേണ്ടതെല്ലാം അവിടെ വെച്ച് സംഭവിക്കുകയും അവസാനം അവർ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കുകയാണ്. അതായത് കള്ളപ്രവാചകയായിട്ടുള്ള ഈ സ്ത്രീയും കള്ളപ്രവാചകനായിട്ടുള്ള മുസൈലിമ അൽ കദ്ദാബും അവിടെ വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ പിന്നീട് വലിയൊരു സൈന്യത്തെ 40,000 പേരടങ്ങുന്നൊരു വലിയ സൈന്യവുമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പോരാടാൻ വരികയാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘത്തെ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വിടുന്ന ആ യുദ്ധമാണ് യമാമ യുദ്ധം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ആ യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കൃത്യമായിട്ട് പ്രകടിപ്പിക്കപ്പെട്ട ആ യുദ്ധത്തോടു കൂടെയാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സൈന്യ നായകത്വം കൃത്യമായിട്ട് വെളിപ്പെട്ടൊരു യുദ്ധം കൂടെയാണത്. ആ യുദ്ധത്തിൽ കൃത്യമായിട്ട് വലിയ വിജയം മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. മുസൈലിമ അൽ കദ്ദാബിനെ വധിക്കുന്നത് വഹ്ഷിയാണ്. വഹ്ഷി നമുക്കറിയാം, ഉഹദ് യുദ്ധത്തിൻ്റെ ദിവസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച വഹ്ഷി റളിയല്ലാഹു അൻഹു അദ്ദേഹം അതേ കുന്തം ഉപയോഗിച്ചുകൊണ്ട് ആ യമാമ യുദ്ധത്തിൽ അദ്ദേഹം ഈ മുസൈലിമ അൽ കദ്ദാബിനെ വധിക്കുകയാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കഥ കഴിയുകയാണ്. ഈ സ്ത്രീ സജ്ജാഹ് എന്നറിയപ്പെടുന്ന ഈ പ്രവാചകത്വം വാദിച്ച ഈ സ്ത്രീ അവർ ഇറാഖിലേക്ക് രക്ഷപ്പെടുകയും പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇറാഖ് ഇസ്ലാം കീഴടക്കിയ സന്ദർഭത്തിൽ അവർ ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് നല്ല സ്ത്രീയായിട്ടാണ് മരണപ്പെടുന്നത്. മറ്റൊരു പ്രവാചകത്വം നുബുവത്ത് വാദിച്ച മറ്റൊരു കള്ളപ്രവാചകനാണ് തുഹൈല അൽ അസദി എന്നറിയപ്പെടുന്ന മറ്റൊരാൾ. അദ്ദേഹവുമായിട്ടും ഖാലിദ് ബിൻ വലീദ് ഏറ്റുമുട്ടുന്നുണ്ട്. അവസാനം അദ്ദേഹം സിറിയയിലേക്ക് രക്ഷപ്പെടുന്നു. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം തിരിച്ചു വന്ന് ഇസ്ലാം സ്വീകരിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം യർമൂക്ക് യുദ്ധത്തിലും ഖാദിസിയ യുദ്ധത്തിലുമെല്ലാം വളരെ ശ്രദ്ധേയമായിട്ട് പോരാടിക്കൊണ്ട് അദ്ദേഹം നല്ലൊരു വ്യക്തിയായിട്ടാണ് മരണപ്പെടുന്നത്. ഈ രൂപത്തിൽ നുബുവത്ത് വാദിച്ച് വന്ന കള്ളപ്രവാചകന്മാർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലുണ്ടായി. മറ്റൊരു വിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു, സക്കാത്ത് നൽകാൻ വിസമ്മതിച്ചൊരു വിഭാഗമായിരുന്നു. അവരുമായിട്ട് യുദ്ധം ചെയ്യണോ വേണ്ടേ എന്നുള്ളത് വലിയ ചർച്ച വരികയാണ് സ്വഹാബികൾക്കിടയിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സക്കാത്ത് നൽകിയ ആളുകൾ പ്രവാചകൻ്റെ വിയോഗത്തോടു കൂടെ ഇനി അതൊന്നും നൽകേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട് സക്കാത്ത് നൽകാൻ ഒരു വിഭാഗം വിസമ്മതിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായിട്ടുള്ള നിലപാട് അവർക്കെതിരെ കൈക്കൊള്ളുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരൊട്ടകത്തിൻ്റെ കയറ് എനിക്ക് നൽകാൻ അവർ വിസമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പോരാടുക തന്നെ ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയും അവരുമായിട്ട് ശക്തമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോരാടുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉമ്മത്തിനകത്തുള്ള നിരവധി പ്രശ്നങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് വന്നത്. ഇസ്ലാമിൻ്റെ അകത്തും പുറത്തുമായിട്ടുള്ള ശത്രുക്കളുടെ ഇസ്ലാമിനെ തകർക്കാനുള്ള ഈ ശ്രമങ്ങളെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരമായിട്ടുള്ള നിലപാടുകളിലൂടെ അടിച്ചൊതുക്കുകയും ചിന്നിച്ചിതറിക്കിടന്ന ഉമ്മത്തിനെ ഒരു മാലയിൽ കോർത്തിണക്കി ഐക്യം കൊണ്ടുവരാൻ സാധിച്ചതുമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ സംഭാവന.
ഏറ്റവും വലിയൊരു ദൗത്യമായിരുന്നത്. അതായത് ഉമ്മത്തിനകത്ത് പ്രവാചകൻ്റെ വിയോഗത്തിന് ശേഷം ഉണ്ടാക്കാൻ പല ആളുകളും പ്രശ്നമുണ്ടാക്കാൻ വരുന്ന ആ ആളുകളെ മുഴുവൻ അടിച്ചൊതുക്കി ഉമ്മത്തിനകത്ത് ഒരു വലിയ ഐക്യം കൊണ്ടുവരാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു എന്നുള്ളതാണ്. അതിന് സഹായകമായത് അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള നിലപാടുകളാണ്. വളരെ ശ്രദ്ധേയമായിട്ടൊരു വാക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കുക. അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ്റെ മരണശേഷം ചില പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചു. അബൂബക്കറിലൂടെ അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്നോ നാശമടഞ്ഞേനെ. സുബ്ഹാനല്ലാഹ്, സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളതുകൊണ്ടാണ് അതെല്ലാം വളരെ സുഗമമായിട്ട് ഞങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ മണ്ണ് പാകപ്പെടുത്തിയത് കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് പിന്നീട് വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പിന്നീട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള 2-3 സംഭവങ്ങളുണ്ട്. അതുകൂടെ പിന്നീട് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രമെല്ലാം ഉൾക്കൊണ്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നവരായിട്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.